ഫോട്ടോക്കും വീഡിയോക്കും എതിരായിരുന്ന ഞാൻ ഈ സംഭവത്തിന് ശേഷം ആ ചിന്താഗതി ഞാൻ മാറ്റി. കലിയിൽ തങ്ങൾ ആ അനുഭവം പങ്കുവെക്കുന്നു. മദീനയിലെ പള്ളിയുടെ വരാന്തയിൽ വിജ്ഞാനവും അറിവന്വേഷണവുമായി ഒതുങ്ങിക്കൂടിയ അസ്ഹാബ് സുഫയിലെ പാവപ്പെട്ട സ്വഹാബികൾ പ്രവാചകരുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിന്നവരായിരുന്നു. സമ്പത്തോ യുദ്ധാർജിത സ്വത്തുക്കളോ ലഭിക്കുമ്പോഴെല്ലാം സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് ആ അഗതികൾക്കാണ് അവിടുന്ന് മുൻഗണന നൽകിയത്. സമ്പത്ത് കുന്നുകൂടിയ അറേബ്യൻ നാടിന്റെ മുഴുവൻ അമരക്കാരനായിരുന്നിട്ടും സ്വന്തം പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ 30 സ്വാ ബാർലിക്ക് വേണ്ടി പണയം വെച്ച നിലയിലാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതിനർത്ഥം സമ്പത്തുള്ളവരെ നബിതങ്ങൾ വെറുത്തു എന്നല്ല. ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ചോദിച്ചു പ്രാർത്ഥന നടത്തിയ തങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ സമ്പത്തും ദാരിദ്ര്യവും അവിടത്തേക്ക് പരീക്ഷണമായിരുന്നു. അതിൽ തങ്ങൾ ദാരിദ്ര്യത്തെയാണ് തിരഞ്ഞെടുത്തത് എന്ന് മാത്രം. ഭൗതിക ജീവിതത്തിലെ ഒരു സാഹചര്യവും തങ്ങളെ അമിതമായി ഗ്രസിച്ചിരുന്നില്ല. പുതിയ കാലത്ത് ഈ വായനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ആത്മീയതയും മിനിമലിസവും പാവങ്ങളോടുള്ള കാരുണ്യവും ഇസ്ലാം ഇത്രയേറെ പഠിപ്പിക്കുമ്പോൾ സമകാലിക ലോകത്തെ പ്രമുഖരായ പണ്ഡിതന്മാരും സൂഫികളും വലിയ വാഹനങ്ങളിലും മികച്ച സൗകര്യങ്ങളിലും ജീവിക്കുന്നത് ചിലരെങ്കിലും തെറ്റിദ്ധാരണയോടെ നോക്കിക്കാണാറുണ്ട്. ദാരിദ്ര്യത്തെയും ത്യാഗത്തെയും പുകഴ്ത്തുന്നവർ എന്തിനാണ് മികച്ച വാഹനങ്ങളും വലിയ കെട്ടിടങ്ങളും ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ പലപ്പോഴും ഉയരാറുമുണ്ട്. ഈ ഒരു വൈരുദ്ധ്യത്തെ അക്കാദമിക തലത്തിൽ അപഗ്രഥിക്കുന്ന ശ്രദ്ധേയമായ ഒരു പഠനം ഈയിടെ ശ്രദ്ധയിൽപ്പെട്ടു. അലക്സാണ്ടർ നൈഷ് എഴുതിയ ദ ത്വരീഖ ഓൺ എ ലാൻഡ് ക്രൂയിസർ, ദ റിസർജൻസ് ഓഫ് സൂഫിസം ഇൻ യമൻ, ദ താരിഖ ഓൺ എ ലാൻഡ് ക്രൂസർ, ദ റിസർജൻസ് ഓഫ് സൂഫിസം ഇൻ യമൻ എന്ന പ്രബന്ധമാണത്. യമനിലെ ഹളറമത്തിലെ തരീം കേന്ദ്രീകരിച്ച് ദാറുൽ മുസ്തഫ എന്ന സ്ഥാപനത്തിലൂടെ ആഗോളതലത്തിൽ ആത്മീയ പ്രബോധനം നടത്തുന്ന ലോകപ്രശസ്ത പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ പ്രവർത്തനങ്ങളെയാണ് ഈ പഠനം പ്രധാനമായും നിരീക്ഷിക്കുന്നത്. ഹബീബ് ഉമർ തങ്ങൾ യമനിലെ ദുർഘടമായ മരുഭൂമികളും ഗ്രാമങ്ങളും താണ്ടി നിരന്തര പ്രബോധന പര്യടനങ്ങൾ നടത്താൻ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ പോലുള്ള അത്യാധുനിക 4 വീൽ ഡ്രൈവ് വാഹനം ഉപയോഗിക്കുന്നത് ബാഹ്യദൃഷ്ടിയിൽ ചിലർക്ക് ആഡംബരമായി തോന്നാമെങ്കിലും പ്രബോധന മേഖലയിലെ അനിവാര്യമായ ഒരു ഉപകരണം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് മതസന്ദേശവും ആശ്വാസവും എത്തിക്കാൻ അന്നത്തെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം ആധുനിക വിവരസാങ്കേതിക വിദ്യകളും മാധ്യമങ്ങളും പ്രബോധനത്തിനായി വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നതും ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യക്തിപരമായുണ്ടായ ഒരനുഭവം പറയാം. ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നതിനെ ശക്തമായി എതിർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു എനിക്ക്. അന്നൊക്കെ നിക്കാഹിന്റെ സദസ്സിലോ മറ്റോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ തോളിലെ ഷാൾ ഉപയോഗിച്ച് മുഖം മറയ്ക്കുമായിരുന്നു. ഒരിക്കൽ കിഴിശ്ശേരി ഇസ്സത്തിന്റെ 7ാം വാർഷികത്തിന് മഹതുക്കളായ പണ്ഡിതന്മാരെല്ലാമുള്ള വേദിയിൽ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വിഷമം അറിയിച്ചു. അപ്പോൾ റീസുൽ ഉലമായി സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, രോഗത്തിന് ചികിത്സാർത്ഥം ഓപ്പറേഷൻ അനിവാര്യമാണെങ്കിൽ അത് ചെയ്യണം. അതുപോലെയാണ് ഇപ്പോൾ ക്യാമറയുടെയും ആവശ്യം. ഉസ്താദിന്റെ മറുപടി ലളിതവും ഗംഭീരവുമായിരുന്നു. അതിനുശേഷമാണ് യമനിലെ വലിയ പണ്ഡിതനും പ്രബോധകനുമായ ശൈഖ് ശദ്ദാദ് തങ്ങളെ ഞാൻ കാണുന്നത്. അതോടെയാണ് അതുമായി ബന്ധപ്പെട്ട എൻ്റെ സംശയങ്ങൾക്ക് പൂർണ്ണമായ നിവാരണമുണ്ടായത്. ഒരിക്കൽ അവർ കേരളത്തിൽ വന്നു. തങ്ങളെ മദീനയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി താമസസ്ഥലമായ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലേക്ക് ഞാൻ ചെന്നു. എന്നാൽ ശാരീരിക അവശതകൾ പറഞ്ഞ് അവർ വരാൻ സാധിക്കില്ലെന്നറിയിച്ചു. നിരാശ പുറത്തു കാണിക്കാതെ ഞാൻ പറഞ്ഞു, കുട്ടികളെല്ലാം നാട്ടിൽ പോവാതെ തങ്ങളെ കാത്തിരിക്കുകയാണ്. നാട്ടുകാരും വലിയ ആവേശത്തിലാണ്. അവർ എന്നോട് ചോദിച്ചു, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ ഞാൻ വരാം. മഹാനവറുകളിൽ നിന്ന് അത്തരമൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഇതുവരെ ഞങ്ങളുടെ പരിപാടികൾക്കൊന്നും വീഡിയോ ഉപയോഗിച്ചിട്ടില്ല. അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യാറുണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. ഉടനെ ശദ്ദാദ് തങ്ങളുടെ മറുപടി വന്നു, ഞാൻ ഇതുവരെ 45-ലധികം രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ഇത്തരം വലിയ സ്വലാത്ത് മജ്ലിസുകളും മറ്റും നടക്കാറുണ്ട്. എന്നാൽ എല്ലാവരുടെയും ധാരണ ഇത് അവരുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ്. യമനികൾ കരുതുന്നു ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂവെന്ന്. മറ്റുള്ളവരും അങ്ങനെ തന്നെ കരുതുന്നു. ഇതെങ്ങനെയല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ഞാൻ ബോധ്യപ്പെടുത്താറ് ഇത്തരം വീഡിയോ ക്ലിപ്പുകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഈ മറുപടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം ആദ്യമായി മദീനയിൽ സ്വലാത്തിന് കൊണ്ടുവരുന്നത്. പ്രബോധന സാധ്യതക്കാണ് പുതിയ സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റുവരാത്ത രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുക. എന്നാൽ തെറ്റിലേക്ക് നയിക്കാൻ ഫോട്ടോ കാരണമാവുമെങ്കിൽ അത് അന്നും ഇന്നും എതിർക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ സുഖലോലുഭയല്ല, മറിച്ച് ദൗത്യനിർവഹണത്തിനായുള്ള പ്രായോഗിക സമീപനമാണ് കാണുന്നത്. സൂഫിസത്തിലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും സുഹ്ദ് അഥവാ ലൗകിക പരിത്യാഗം എന്നാൽ മനസ്സിന്റെ അവസ്ഥയാണ്. അതായത് ഭൗതിക വിഭവങ്ങൾ കൈകളിലുണ്ടായാലും ഹൃദയത്തിൽ അതിനോട് ആർത്തിയില്ലാതിരിക്കുക എന്നതാണ് അതിന്റെ കാതൽ. ഒരു പണ്ഡിതനോ നേതാവിനോ തന്റെ ദൗത്യം നിർവഹിക്കാൻ ഇത്തരം ഭൗതിക മാർഗങ്ങൾ ഉപയോഗിക്കാം, എന്നാൽ അവ ഹൃദയത്തിൽ കടന്നുകൂടാൻ പാടില്ല. ഈ ഒരു സമീപനം പ്രവാചക മാതൃകയിൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും. തിരുനബി തന്റെ വ്യക്തിജീവിതത്തിൽ പരമമായ ലളിത ജീവിതം നയിച്ചപ്പോഴും
നയതന്ത്ര സാമൂഹിക ആവശ്യങ്ങൾ വന്നപ്പോൾ സാഹചര്യത്തിന് അനുയോജ്യമായ ഏറ്റവും മികച്ച ഉപാധികൾ ഉപയോഗിച്ചിരുന്നു. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും അന്തസ്സും പ്രൗഢിയും പ്രകടമാക്കുന്നതിനായി തിരുനബി റോമായമൻ നിർമ്മിതമായ മികച്ച അങ്കികൾ ധരിക്കുകയും സ്വഹാബികളോട് ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങി നിൽക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാലത്ത് അറേബ്യയിൽ ലഭ്യമായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചതും വേഗതയേറിയതുമായ അസ്സബ് പോലുള്ള കുതിരകളെയും ഈജിപ്ഷ്യൻ ഭരണാധികാരി സമ്മാനിച്ച ദുൽദുൽ എന്ന പ്രത്യേക വാഹനത്തെയും കസവാ എന്ന ഒട്ടകത്തെയും യാത്രാവശ്യങ്ങൾക്കും നയതന്ത്ര സന്ദർഭങ്ങൾക്കും തിരുനബി ഉപയോഗിച്ചിരുന്നു. ഒരു സമൂഹത്തിന്റെ നായകനെന്ന നിലയിൽ കാര്യക്ഷമമായി സഞ്ചരിക്കാനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും ഇത് അത്യന്താപേക്ഷിതമായിരുന്നു. അല്ലാഹു ഭംഗിയുള്ളവനാണെന്നും അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നുവെന്നും തന്റെ ദാസന് നൽകിയ അനുഗ്രഹത്തിന്റെ അടയാളം അവനിൽ കാണപ്പെടാൻ അവൻ ഇഷ്ടപ്പെടുന്നുവെന്നും നബിതങ്ങൾ അനുചരന്മാരെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഭൗതിക സൗകര്യങ്ങൾ അഹങ്കാരത്തിനോ സുഖഭോഗത്തിനോ വേണ്ടിയാകുമ്പോഴാണ് അത് വിമർശിക്കപ്പെടുന്നത്. എന്നാൽ ഉന്നതമായ സാമൂഹിക മത ദൗത്യങ്ങൾക്കും ജനസേവനത്തിനും പ്രബോധനത്തിനും വേണ്ടി സമകാലിക ലോകത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങളും വിഭവങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിലോ പ്രവാചകചര്യയിലോ തെറ്റല്ല. ദുനിയാവിന്റെ ക്ഷണികത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭൗതിക വിഭവങ്ങളെ ഇസ്ലാമിന്റെയും മനുഷ്യരുടെയും ഉന്നമനത്തിനായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് പ്രവാചക അധ്യാപനങ്ങളുടെയും പണ്ഡിതന്മാരുടെയും സമഗ്രമായ ശൈലി. അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ല, മറിച്ച് വിനയവും ദൗത്യബോധവും കൊണ്ടാണ് തിരുദൂതരും ആ വഴി തുടർന്നവരും ലോകത്തിന് വഴികാട്ടികളായത്.